തൊടാതെ ഓടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, എവിടെ സംരക്ഷണം കിട്ടുമെന്നൊന്നും അറിയാതെ ഇങ്ങനെ ഓടുകയാണ്. ഈ ജൂൺ 23-ന് ഇറാൻ ഖത്തറിനെ ആക്രമിച്ച് ഒന്ന് നിവർന്ന് നിൽക്കുന്നതിന് മുൻപാണ് അടുത്ത ഇസ്രായേലിൻ്റെ ആക്രമണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ, ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇസ്രായേൽ കയറി അടിച്ചത്. ഇസ്രായേൽ പറയുന്നു അല്ല, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ ഒക്ടോബർ 7-ന് നടത്തിയ കലാപത്തിന് മറുപടി കൊടുത്തതാണ് ഞങ്ങൾ എന്ന് ഇസ്രായേൽ കൃത്യമായ നിലപാടെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ട്രംപിനും ഹമാസിനും ഒരുമിച്ച് നൽകിയ മറുപടിയാണോ? ഇസ്രായേൽ ട്രംപിനും ഹമാസിനും ഒരുമിച്ച് നൽകിയ മറുപടിയാണോ? ഇസ്രായേലിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ് നമ്മൾ ഈ പറയുമ്പോൾ. കാരണം ആര് ട്രംപ് പറഞ്ഞെന്ന് പറഞ്ഞാലും, ലോകത്ത് ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ അവർ നിർത്താൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞത് എന്നും അവിടെ യുദ്ധം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്നും 10 മിസൈൽ വീഴും. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇസ്രായേലിൻ്റെ ജോലി എന്നോട് ചോദിച്ചാൽ മതി. എന്നും അവിടെ മിസൈൽ വീഴും, അല്ലെങ്കിൽ ഈ ഹമാസിൻ്റെ കെയർ ഓഫ് അവന്മാരിടും, അല്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ ഈ ഹൂത്തികൾ, പിന്നെ വേറെ ഹിസ്ബുള്ള, ഇവരുടെ കെയർ ഓഫ് എന്നും വരുവായിരുന്നു. പക്ഷേ ഈ അന്ന് 1200-ഓളം പേര് അതിർത്തി അല്ലെങ്കിൽ ഈ കടന്നു കയറി ആക്രമിച്ചതിന് ശേഷമാണല്ലോ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോക്സികളാണല്ലോ, ഈ പ്രോക്സികൾ എന്ന് പറഞ്ഞാൽ ഹമാസിന് പ്രോക്സികൾ, ഹൂത്തികളുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ ഹിസ്ബുള്ളയുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം ഇവിടെ ഇറാൻ ലോകത്തെ പ്രോക്സികളുടെ രാജാവാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിനെയെല്ലാം ഈ നേതാക്കന്മാരെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. ഇത് പലവട്ടം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അന്നൊരു താക്കീത് കൊടുത്ത ഓർമ്മയുണ്ടോ? അതിനുശേഷം ട്രംപ് അങ്ങ് ലോഹി അയാൾക്ക് ഒരു യുദ്ധവിമാനമോ കൊടുത്തായിരുന്നല്ലോ. ഇവൻ ഈ രാവിലെയും വൈകിട്ടും അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയുന്ന രീതിയിലേക്കുള്ള ഒരാളാണ്. അപ്പം ഇവർക്ക് ഹമാസിനെ അവിടെ അടിച്ച് നിരമ്പരശാക്കി. എന്നിട്ടും വീണ്ടും ബന്ദികളെ സംരക്ഷിക്കും. ഇവർ പറഞ്ഞ ഈജിപ്റ്റ് ബന്ദികളെ സംരക്ഷിക്കുന്നതിനകത്തും ഹമാസിനെ സഹായിക്കുന്നതിനകത്തും നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന കണക്കല്ല, ഖത്തർ നിൽക്കുന്നുണ്ട്. ഖത്തറിന് നമ്മളുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഒരു 30 കൊല്ലത്തെ ഗ്യാസിൻ്റെ ഇതിൻ്റെ കരക്കാരുണ്ട്. ഇവിടെ കൊണ്ടുവച്ച് നരേന്ദ്രമോദി പറയിച്ചു ഭീകരവാദത്തിനും അല്ലെങ്കിൽ തീവ്രവാദത്തിനും എതിരാണെന്ന് പറയിച്ചിട്ട് അയാളെ പ്രസ്ഥാനം. അതിൻ്റെ കാര്യം എന്ന് പറയാം, ഇയാളിതിൻ്റെ ആളാ. നമ്മുടെ ഈ പറയുന്ന പോലെ നമുക്കെതിരെ സിന്ദൂരിനകത്ത് നിന്ന് ഒരു രാജ്യമുണ്ട് തുർക്കി അല്ലേ. ഈ തുർക്കിയുടെ സെയിം മനോഭാവം ഉള്ളെങ്കിൽ ആ മാനസികാവസ്ഥയുള്ളൊരു ഇതുപോലുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ ലോകം മൊത്തം ഇസ്ലാമിക രാജ്യത്തിൻ്റെ കീഴിൽ വരണമെന്നും ആക്രമിച്ച് വരണമെന്നും ഒക്കെ ഒരു മാനസികാവസ്ഥയുള്ള ഒരു രാജ്യം ഖത്തർ. അപ്പോൾ ഇതറിയാം, കുറേ കാലം കൊണ്ട് പറയുന്നുണ്ട് അമേരിക്കയുടെ കീഴിലുള്ള രാജ്യമായതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ സൈനികത്താവളമുള്ള രാജ്യമായതുകൊണ്ട് GCC രാജ്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ന്. അപ്പോൾ അമേരിക്ക എടുത്ത് പറയുമ്പോൾ അമേരിക്ക ഈ പറയുന്ന ഒരു സ്വഭാവമാണല്ലോ, എന്ന് വെച്ചാൽ ഇസ്രായേലിനെ അടിച്ചോട്ട് അവൻ്റെ കാര്യം സേഫ് ആയിരിക്കണം. എല്ലായിടത്തും ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ട് അവൻ്റെ കാര്യം. ഇപ്പം അങ്ങനെയല്ല ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഇന്ത്യയെ കണ്ടുപിടിക്കുക നിങ്ങൾ, അല്ലെങ്കിൽ ആസ്ട്രേലിയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ലോകരാജ്യങ്ങൾ മൊത്തം ഇന്ത്യയുടെ നിലപാടിനോട് അനുകൂലിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അമേരിക്കക്കെതിരെ പോലും പറയാൻ ഇസ്രായേലിലെ മാധ്യമങ്ങളും ഇസ്രായേലിലെ ജനതയും തയ്യാറാവും. നമ്മളെന്തിനാ വല്ലവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ട കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെ അമേരിക്കയുടെ മുമ്പിൽ നിൽക്കേണ്ട. ഇയാൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഹമാസിൻ്റെ അടുത്ത് പറഞ്ഞു ഈ പിടിച്ചു വെച്ചേക്കുന്ന ആൾക്കാരെ വിട്ടുകൊടുക്കണം, മറ്റേ മറിച്ചണം പറഞ്ഞുകൊണ്ട് ഇയാൾ അയാളുടെ ട്രൂത്തിനകത്തൊരു പോസ്റ്റും ഒക്കെ ഇട്ടു. അപ്പോൾ അതിൻ്റെ കെയർ ഓഫിലെ പുള്ളിക്ക് എവിടെ അടി ഉണ്ടെങ്കിലും പുള്ളിയുടെ കെയർ ഓഫാന്ന് പറഞ്ഞു. അല്ലാതെ അതിനകത്ത് വ്യക്തതയൊന്നുമില്ല. അപ്പം അതിനെ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ കെയർ ഓഫ് അല്ല, ഞങ്ങൾ അടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ പറയണമെങ്കിൽ ആ അസ്വസ്ഥത എത്രത്തോളം വലുതാണെന്ന് ആലോചിക്കണം. കാരണം ഫണ്ട് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ബഡ്ജറ്റ് വരുമ്പം ഇത്ര കോടി രൂപ മാറ്റി വയ്ക്കുന്ന അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനകത്ത് നിന്ന് നെതന്യാഹു അമേരിക്കയുടെ പറയുന്ന വാക്കിനെതിരെ പറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം. പറഞ്ഞു ഞങ്ങളല്ല, ഞങ്ങളുടെ തീരുമാനം അടിച്ചത്, മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ അമേരിക്കയുടെ കീഴിൽ നിൽക്കുന്ന അമേരിക്കയുടെ സൈനികത്താവളമുള്ള ഖത്തറിനെ അടിച്ച് ഞങ്ങളുടെ മാത്രം തീരുമാനമാണെന്ന് പറയണമെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലെ കാര്യങ്ങളാണ് പോകുന്നത്. ഖത്തറിനെ അടിക്കാൻ തീരുമാനിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസിനെ തീർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കും. കാരണം ഇവനെയും കൊണ്ട് ഇനി പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ബാക്കി വെച്ചിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ, ബാക്കി വെച്ചിട്ടുള്ള രീതിയിലുള്ളൊരു കളിയാണ് കാലങ്ങളായിട്ട് അമേരിക്ക ഉൾപ്പെടെ കളിക്കുന്നത്. ഇതവിടെ ശാലം ഇരുന്നോട്ട് നാളെ കാലത്തെ ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ ചില ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും GCC രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടിന് ഇതിന് ശാലം അവിടെ വെച്ചേക്കണം. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, മനസ്സിലായി? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ആർക്കാ ദോഷം? ഈ പറയുന്ന ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ. ആകപ്പാടെ 1 കോടി ജനത്തിനകത്ത് 1 കോടി തന്നെ ഇല്ല, ബാക്കി മുസ്ലിങ്ങളാത്ത ഒരു 60-70 ലക്ഷം പേര് ആ ഒരു രാജ്യത്തിനകത്ത് വട്ടം വളഞ്ഞ് നിൽക്കുക.
എത്രയുണ്ട് രാജ്യം? ആ രാജ്യത്തിന് എന്ന് യുദ്ധം ചെയ്ത് നിൽക്കാനൊക്കത്തുള്ളൂ. എല്ലാവരും ഈ പറയുന്ന എല്ലാവരും അവിടെ ഇവിടെ ഒന്ന് കാര്യം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ തീരുമാനിച്ചേക്കുന്നത് മാത്രമല്ല നെതന്യാഹുവിന് യുദ്ധം നിർത്തി അന്നകത്ത് പോകുമെന്നാണ് പറയുന്നത്. എൻ്റെ പൊളിറ്റിക്സ് എനിക്കറിയത്തില്ല. കാരണം അതുപോലെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം തന്നെയാണ് അവിടെ. വയറപൂരിൽ എത്ര അഴിമതിയും കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യുദ്ധം എന്ന് നിർത്തിയോ അന്ന് പുള്ളിയുടെ കേസുകളും കാര്യങ്ങളും. എന്തായാലും അവരിനി ആരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന പോരുന്ന ഒരവസ്ഥയില്ല. ഖത്തറിനെ അടിച്ചതെന്ന് പറഞ്ഞാൽ ഖത്തറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏത് പ്രോക്സികളും ഏത് ഭീകരന്മാരുടെയും ഈ ഹമാസിൻ്റെ അവിടെ നമ്മൾ നോക്കുമ്പം അടിക്കുന്നവന്മാരെ കാണും. ഈ അടി ഉണ്ടാക്കുന്നവന്മാരെ ഇങ്ങനെ അടിക്കണമെന്ന് പറയുന്നവന്മാരെല്ലാം ഇരിക്കുന്നത് എവിടെ? അവൻ്റെ പെണ്ണുമ്പിള്ള അവിടെ ഉണ്ട്, 7 സ്റ്റാർ ഹോട്ടൽ സംവിധാനത്തുള്ള വീടുണ്ട്, ഏറ്റവും മുന്തിയ സീരിയലുള്ള കാറുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് അവിടെ പിള്ളേരുടെ ചത്ത് വീഴുന്ന പെണ്ണുങ്ങളുടെയും പിള്ളേരുടെയും ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് യുദ്ധം ചെയ്യുന്നതിന് 30%, ഇവന് ഉമ്മാർക്ക് കൊണ്ടുപോകുന്നതിന് 70%. ഈ രീതിയിലാണെന്നല്ലോ ഇതിൻ്റെ ഒരു കച്ചവടം. കാരണം ഇത് നല്ലൊരു കച്ചവടമാണല്ലോ ഈ യുദ്ധം എന്താ നിർത്താത്ത. അവർക്കെന്ത് പാലസ്തീൻ കാട് പട്ടിണി കിടന്ന് എത്താനെന്ന്? പാലസ്തീൻ രാജ്യം കിട്ടിയില്ല. ഈ രാജ്യം വേണ്ട, ഇങ്ങനെ തന്നെ അടിച്ചടിച്ച് നിൽക്കണമെന്നാണ് ഹമാസ് നേതാക്കന്മാർക്കും ഈ ഹമാസ് പോരാളികളുടെ ഉദ്ദേശം. അല്ല വേറെ കാര്യമാണ്. അപ്പോൾ അത് ഇവർക്ക് മനസ്സിലായി. ഇവർക്ക് അടിച്ചടിച്ച് നിന്നിട്ട് ഈ പറയുന്ന നേതാക്കന്മാർക്ക് അവിടെ പോയി സേഫായിട്ട് ജീവിച്ചാൽ മതി. യുദ്ധം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കച്ചവടം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് സോണിലേക്ക് അവർ ഒരു സേഫ് സോണിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. കാരണം പ്രധാനപ്പെട്ട പ്രോക്സികളെല്ലാം ഒരു പരുവത്തിലാക്കി. മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും യുദ്ധം നടക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഈ നിയന്ത്രിക്കാൻ ആളുള്ളതുകൊണ്ട്. ആ നിയന്ത്രിക്കാൻ ആളുള്ളത് ചില രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ആണെന്നും അല്ലെങ്കിൽ ആ നിയന്ത്രിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് ചില രാജ്യങ്ങളുണ്ടെന്നും ഉള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേന് യുദ്ധം തീരും. അതായത് ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടാണ് പഠിച്ചിരിക്കുന്നത്. നമ്മളെ കയറി അടിച്ചില്ലേ പാകിസ്ഥാനി? നമ്മൾ കയറി പാകിസ്ഥാൻ അടിച്ചില്ല, അവൻ്റെ ഇരിക്കുന്നിടം മൊത്തം അടിച്ച് തകർത്തല്ല, യുദ്ധം നിന്നല്ലോ. അതെ, അണുബോംബ് ഇടുമെന്ന് പറഞ്ഞില്ല അന്ന്. അണുബോംബ് ഇവിടെ നിന്ന് അമേരിക്ക നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വ്യോമത്താവളത്തിൽ നിന്നായിരുന്നു അണുബോംബ് ഇടുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ആരെ അണുബോംബ് ഇടുമെന്ന് പറയാൻ എത്ര ധൈര്യം കൊടുത്തേ? അത് നമുക്കറിയായിരുന്നു. അത് പറയാൻ എത്ര ധൈര്യം കൊടുത്തേ? അമേരിക്ക തന്നെ. ഞങ്ങൾ അവിടെ നിന്നും പറയും ഞങ്ങൾ ഇടും. ചുമ്മാ ഒരുത്തം പറയത്തില്ല. നൂർഖാനെ അടിച്ചപ്പോൾ യുദ്ധം നിന്നല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം നൂർഖാനെയും വ്യോമത്താവളം കാലങ്ങളായിട്ട് അമേരിക്ക ആണ് കൈ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അമേരിക്കയുടെ ഓപ്പറേഷൻ ഉണ്ടെന്നും അവിടെ അമേരിക്കൻ പട്ടാളം ഉണ്ടെന്നും അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മളറിയും. പക്ഷേ അത് നമ്മൾ രഹസ്യമായിട്ട് വെച്ചേക്കും, അറിയാത്തോണം. പക്ഷേ മർമ്മത്ത് കിരാന ഹിൽസിലും അല്ലെങ്കിൽ മറ്റിടത്തും അടി കിട്ടിയപ്പോൾ യുദ്ധം നിന്നല്ലോ. അപ്പം അതെന്തുകൊണ്ടാണ്? അതേപോലെയാണ് ഇപ്പം ഇവിടെ പറഞ്ഞത്. നമ്മളെ നോക്കി പഠിക്കാൻ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഖത്തറിലെ അടിയും നമ്മളെ നോക്കിയായിരിക്കും, സിന്ധൂരിലെ അടിയുടെ സമാനമായിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ അതേ രീതിയിലേക്കാണ് എവിടെ മർമ്മത്ത് അടിക്കേണ്ടടുത്ത് അടിച്ചാൽ വീഴും. അതായത് മർമ്മത്തടിച്ചാലേ വീഴത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഹമാസിൻ്റെ മർമ്മത്തടിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി അമേരിക്ക സഹായിക്കുന്ന രാജ്യമാണെങ്കിൽ പോലും ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ അടിച്ചിരിക്കും. ഞങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം, ഞങ്ങളുടെ അതിർത്തി കടന്നുള്ള ആക്രമണം, അത് ആരുടെ സഹായത്തോടു കൂടിയാലും ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ അടിച്ചിരിക്കും എന്നുള്ള കാര്യം അതിന് ആരും വേണ്ട. അത് ഇന്ത്യയുടെ പോളിസിയാണ്, ഇന്ത്യ കാണിച്ചു കൊടുത്ത പോളിസിയാണ്. സിന്ധൂരിന് ശേഷം അല്ലെങ്കിൽ അവിടുത്തെ പഹൽഗാമിന് ശേഷം സിന്ധൂരിനകത്തൂടെ കാണിച്ചു കൊടുത്ത പോളിസിയാണ്. നമ്മളെല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ അടിക്കാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് പറയാം, ഞങ്ങളുടെ രാജ്യത്ത് കയറി മര്യാദകൾ കാണിച്ചു. ആരെങ്കിലും ആരും സഹായിക്കേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് മതി. ഒറ്റയ്ക്ക് നിന്നും അടിച്ചു കാണിച്ചു കൊടുത്തു. ഇത് തന്നെ ഇപ്പം ഇതുവരെ അടിച്ചതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരടി അല്ലെങ്കിൽ ഈ പറയുന്ന ഖത്തറിനെ അടിച്ചടി നമ്മുടെ ഇന്ത്യയുടെ സിന്ധൂറിന് സമാനമായിട്ട് അല്ലെങ്കിൽ മാതൃകയായിട്ട് ഇന്ത്യ കാണിച്ചു കൊടുത്തായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ നോക്കി ചെയ്ത ഒരടി എന്ന് വേണം നമുക്ക് പറയാം.